ചീതക്കാട് DGP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സമരക്കാർക്കു നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. കാഫർ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. അന്ന് പറഞ്ഞത് വടകര മണ്ഡലത്തിൽ വിജയിക്കുവാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും വടകരയുടെ നിലവിലെ എംപിയുമായ ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയിട്ടാണ് കാഫർ പ്രയോഗമുള്ളൊരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞു. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് ഉത്തരവാദിത്തത്തോടെ പറയട്ടെ, കോഴിക്കോട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് മാത്രം 4 തവണയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. എന്തിനാണ്? ഈ കാഫർ സ്ക്രീൻഷോട്ടിന്റെ യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ശ്രീ പാറയ്ക്കൽ അബ്ദുള്ള അടക്കമുള്ള UDFന്റെ നേതാക്കന്മാർ നിരന്തരമായി നടത്തിയ നിയമ പോരാട്ടം ഒരു ചെറുപ്പക്കാരനെ മുസ്ലിം നാമധാരി ആയതിന്റെ പേരിൽ, മുസ്ലിം ലീഗ് പ്രവർത്തകനായതിന്റെ പേരിൽ അവനെ വർഗീയവാദിയാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഒരു ശ്രമമുണ്ടായപ്പോ അതിനെ നിയമത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ നിഷ്പക്ഷ മാധ്യമങ്ങളെ മുഴുവൻ ഞാൻ ഹൃദയാഭിവാദ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങളുടെ ജാഗ്രത, ഞങ്ങളുടെ നിയമ പോരാട്ടം, ഞങ്ങളുടെ സമര പോരാട്ടം, അതിന്റെയൊക്കെ ഭാഗമായി ഏറ്റവും ഒടുവിൽ ഈ DGPയുടെ കീഴിലുള്ള പോലീസ് തന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. ആരാണ് ഈ വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത്? അതിന് പിന്നിൽ റെഡ് എൻകൌണ്ടേഴ്സ് ആണ്, അതിന് പിന്നിൽ പോരാളി ഷാജിയാണ്, അതിന് പിന്നിൽ അബ്ബാസ് ആണ്, അതിന് പിന്നിൽ സഖാവ് റിബേഷ് ആണ്. ഇതടക്കമുള്ള പേരുള്ള DYFIയുടെയും CPMന്റെയും നേതാക്കന്മാരാണ് ഇതിന് പിന്നിലെന്ന് ബോധ്യമായിട്ടും നാട്ടിൽ കേരള സംസ്ഥാനത്തിനകത്ത് RSSന്റെ ഒന്നാമത്തെ വലിയ രാഷ്ട്രീയ സംഘടനയുടെ പേര് BJP എന്നല്ല, ആ സംഘടനയുടെ പേര് CPM എന്നാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ